പക്ഷേ ഇതൊരു പീഡനപര എന്ന ഒരു പരമ്പര മാലപ്പടക്കം പൊട്ടുന്ന പോലെയല്ലേ, ടിഷ്യൂ ബോക്സിൽ നിന്ന് ഒരു പേപ്പർ എടുക്കുമ്പോൾ അടുത്ത ചാടി വരുന്ന പോലെയല്ല വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അധികാരം എത്രമാത്രം ദുർവിനിയോഗം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അധികാരത്തിൻ്റെ ശക്തിയിൽ നാട്ടിൽ സ്ത്രീകൾ എത്രമാത്രം ചൂഷണം ചെയ്യപ്പെട്ടിട്ടുള്ളതൊരു അന്വേഷണം നടക്കേണ്ട കാര്യമാണ്. അത് ഞാൻ പൊതു താല്പര്യപ്രകാരം കൊടുത്ത പരാതിയാണ്. നേരത്തെ ഞാൻ കൊടുത്ത പരാതിയാണ്, പക്ഷേ അത് സർക്കാരിൻ്റെയും പോലീസിൻ്റെയും നടപടി പ്രകാരം മുറപ്രകാരം വന്നപ്പോൾ ഇവിടെ എത്തിയെന്നേ ഉള്ളൂ. അത് ആ ഒരു താമസമാണ്. ഞാൻ ബോധ്യപ്പെടുത്തിയത് പുറത്ത് വന്ന ഓഡിയോ സന്ദേശങ്ങൾ, ട്രാൻസ്ജെൻഡർ യുവതിയായ അവന്തികയുടെ വെളിപ്പെടുത്തൽ, അതുപോലെ തന്നെ ഗർഭചിത്രം നടത്തിയെന്നടക്കമുള്ള പരാതികളെക്കുറിച്ചുള്ള ഇതുവരെയുള്ള പരാതികൾ എന്തുകൊണ്ട് വന്നില്ല, സ്വാധീനം ഉപയോഗിച്ച് മൂടിവെപ്പിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം, ഇതൊക്കെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്നാണ്. അവർ പ്രഥമ വിവര റിപ്പോർട്ട് എന്ന് പറഞ്ഞ് തന്നെയാണ് എൻ്റെ മൊഴി രേഖപ്പെടുത്തി എന്നെ കൂടെ ഒപ്പിട്ട് വാങ്ങിച്ചിരിക്കുന്നത്. FIRലേക്ക് പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അവർ ഇതിനു മുമ്പായിട്ട് മാധ്യമങ്ങളുടെ ഓഡിയോ കൂടി പരിശോധിക്കണമെന്ന് പറഞ്ഞു. ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ തെളിവുകൾ എന്തൊക്കെയുള്ളത് ഓഡിയോ അടക്കമുള്ള കൈമാറിയിട്ടുണ്ട്. പുറത്തു നിന്നുള്ള ഒരാളെന്ന നിലയിൽ താങ്കളുടെ പരാതി സ്വീകരിക്കാൻ കഴിയുമോ എന്നൊരു നിയമോപദേശം പോലീസ് തേടിയിരുന്നു. അതെ, പരാതി എടുക്കാൻ കഴിയില്ല എന്നുള്ളത്, കേസെടുക്കാൻ കഴിയില്ല എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. അത് BNSS നിയമപ്രകാരവും ഒരു കുറ്റകൃത്യത്തെക്കുറിച്ച് അറിയാവുന്ന വ്യക്തിക്ക് ആർക്കാണെങ്കിലും അത് ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട കോടതിയിലാണെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിക്കാനുള്ള ഒരു പ്രാഥമികമായ ഒരു ഉത്തരവാദിത്തമുണ്ട്. അവിടെ കേസെടുക്കാൻ വകുപ്പില്ല എന്ന് ഒരു നിയമോപദേശം കിട്ടുകയാണെങ്കിൽ അവരെന്നെ വിളിച്ചു വരുത്തി തെളിവുകളും മൊഴിയും മേടിക്കുന്ന കാര്യമില്ലല്ലോ. അവരുടെ എൻ്റെ സമയം അവർ കളയത്തില്ലായിരുന്നു. അങ്ങനൊരു മൊഴി പോയിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല കേട്ടോ. അങ്ങനൊരു നിയമോപദേശം അവർക്ക് ലഭിച്ചതായിട്ട് എനിക്കറിയില്ല. അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ലാത്ത കാര്യത്തിൽ ഞാൻ പറയുന്നത് എങ്ങനെയാണ്. ഇപ്പം കൃത്യമായിട്ട് ഒരു MLA അയാളെക്കുറിച്ച് MLA-മാരെക്കുറിച്ച് ആദ്യമായിട്ടല്ല ഒരു പീഡന പരാതി കേരളത്തിൽ വരുന്നത്. PT ചാക്കോയുടെ കാലം മുതൽ ഏറ്റവും അവസാനം എൽദോസ് കുന്നപ്പള്ളിയുടെയും ഒക്കെ പരാതികൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊരു പീഡനപര എന്ന ഒരു പരമ്പര മാലപ്പടക്കം പൊട്ടുന്ന പോലെയല്ലേ, ടിഷ്യൂ ബോക്സിൽ നിന്ന് ഒരു പേപ്പർ എടുക്കുമ്പോൾ അടുത്ത ചാടി വരുന്ന പോലെയല്ല വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അധികാരം എത്രമാത്രം ദുർവിനിയോഗം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അധികാരത്തിൻ്റെ ശക്തിയിൽ നാട്ടിൽ സ്ത്രീകൾ എത്രമാത്രം ചൂഷണം ചെയ്യപ്പെട്ടിട്ടുള്ളതൊരു അന്വേഷണം നടക്കേണ്ട കാര്യമാണ്. അത് ഞാൻ പൊതു താല്പര്യപ്രകാരം കൊടുത്ത പരാതിയാണ്. എടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിനുശേഷം നിങ്ങൾ പറഞ്ഞുള്ള നിയമോപദേശം തേടുമെന്ന് എനിക്കറിയത്തില്ല.